ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ മന്ത്രം എപ്പോഴും ജപിക്കൂ. എന്തൊക്കെയാണ് ജീവിത ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, അവനവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടകരമായ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്കുമല്ലേ അറിയുള്ളൂ. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഈ മന്ത്രം ജപിക്കൂ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നരകാസുരൻ്റെ തടവറയിൽ നരകയാതന അനുഭവിച്ചിരുന്ന 10,000 കന്യകമാരുടെ ദുരന്ത ജീവിതത്തിന് അറുതി വരുത്തിയ മന്ത്രമാണിതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ രാവിലെ ഇങ്ങനെ ഫോൺ നോക്കിയപ്പോൾ ഒരു കമൻറ്റ് കണ്ടു. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ജപിച്ചിട്ടും ഞാനിപ്പോഴും പലതും അനുഭവിക്കുന്നു എന്ന് ഒരു പ്രിയ ഭക്ത എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ മറുപടി കൊടുക്കുന്നതിന് പകരം ആ മറുപടി കൊടുത്താൽ അത് ഒരാൾക്ക് മാത്രമാകും. പക്ഷേ അതിൻ്റെ മറുപടി പറയാൻ എനിക്ക് പൂർണ്ണമായ ധൈര്യമുണ്ട്, എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്, അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മറുപടി ഉറപ്പിച്ച് തന്നെ പറയുന്നു. ഈ മന്ത്രം ജപിച്ചാൽ പോരാ, ഇത് ആർക്കും, നാവുള്ള അധരമുള്ള ആർക്കും ഇത് ജപിക്കാം. പക്ഷെ ജപിക്കുന്നതിലല്ല കാര്യം. നിങ്ങൾ ഭഗവാനെ തന്നെ ശരണാഗതി അടഞ്ഞവരാണോ, എനിക്ക് ഭഗവാനേ ഉള്ളൂ എന്ന ആ ഏകമായ ആ ഒരു ഉറപ്പിൽ വന്ന് വീണവരാണെങ്കിൽ മാത്രമേ ഇതെന്നല്ല ഏത് നാമങ്ങളും മന്ത്രങ്ങളും എന്ത് പൂജ ചെയ്താലും എന്തെല്ലാം ജപിച്ചാലും കാര്യമുള്ളൂ. ഈ ഒരു ഉറപ്പിൽ വേണം. ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ എന്തിനോടൊക്കെയോ പറ്റിയിരിക്കുന്നു. എന്നോട് ഈ പറഞ്ഞ പ്രിയ സഹോദരി എന്തിനോടെങ്കിലും പറ്റിയിട്ടുണ്ട്, ജീവിതത്തിൽ പറ്റിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാകാം, സൗഹൃദങ്ങളിലാകാം, ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളോടാകാം, എല്ലാം ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. മനസ്സിനെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ക്ലാവിനെ നിങ്ങൾ അഴുക്കനെ എടുത്തെടുത്ത് ദൂരെ കളയൂ. എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഭഗവാനിലേക്ക് മാത്രം വരൂ. ആ ഭഗവാനിലേക്ക് അടുക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് മനസ്സിൽ പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോപിക ഗീതത്തെക്കുറിച്ച് ഞാൻ ഭാഗവതത്തിലെ ആ ഭാഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗോപികമാരോട് ഭഗവാൻ പറയുകയാണ്, ആ രാസലീല ആടാൻ വന്ന ഗോപികമാരോട് പറയുകയാണ് ഭഗവാൻ, നിങ്ങൾ രമിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിലും മക്കളിലും കുടുംബത്തിലും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകൂ. ഭർത്താവുള്ള നിങ്ങൾ മറ്റു പുരുഷനെ തേടി രാത്രിയിൽ വരുന്നത് നല്ല ന്യായമല്ല എന്ന്. ഇതെന്തുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്? ഭർത്താവിലും മിത്രങ്ങളിലും ഭർത്താവിലും പുത്രാദികളിലും ഭർത്തൃപുത്രാദികളിൽ രമിക്കുന്ന മനസ്സുള്ള നിങ്ങൾ. അതുകൊണ്ടാണ് ആ ഭാഗമാണ് കൃത്യമായിട്ട് ഓർക്കേണ്ടത്. ഇവരിലെല്ലാം നിങ്ങൾ സന്തോഷിക്കുന്നു, രമിക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുക്ക വരുന്നതിൽ ഒരു കാര്യവും ഇല്ല. നിങ്ങൾ എൻ്റെ അടുക്ക വന്നത് അന്യായം തന്നെ എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത്. ഈ ഭൗതിക ലോകത്ത് നമ്മളിങ്ങനെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, ഇങ്ങനെ എല്ലാവരും ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇതിലെല്ലാം പറ്റിച്ചേർന്നിരുന്നിട്ട് ഭഗവാനെ വിളിച്ചിട്ട് കാര്യമില്ല. ആ വിളിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മുടെ സമയനഷ്ടം മാത്രമാണ് ഫലം. അപ്പോൾ തോന്നും, ഇവരൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതമുണ്ട്, ഇവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വിളിക്കുന്നത്, ഇവരുടെയൊക്കെ അവസ്ഥ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്, പിന്നെ ഞാനെന്തിനാണ് ഭഗവാനെ വിളിക്കുന്നത്, ഇവരൊക്കെയല്ലേ എൻ്റെ ജീവിതം എന്ന് നമുക്ക് തോന്നാം. തിരിച്ചെന്നോട് ചോദിക്കാം. പക്ഷെ ഇവരൊക്കെ അല്ല നമ്മുടെ ജീവിതം. നിങ്ങളൊന്ന് ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ഏകാഗ്രതയിലിരുന്നൊന്ന് ആലോചിക്കൂ. അവരൊക്കെയാണോ ജീവിതം? അല്ല. അവരൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഇവിടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനാകുന്ന ആത്മചൈതന്യമാകുന്ന ബോധം ഇവിടെ ഉണ്ടാവണം. ആ ബോധം ഏത് നിമിഷമാണോ നഷ്ടപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഭാര്യയോ ഭർത്താവോ മിത്രങ്ങളോ പുത്രന്മാരോ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങളിവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? നിങ്ങളവിടെ മരണപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് നമുക്കിവിടെ ഇവരൊക്കെ ഉണ്ടെന്നുള്ള ബോധം തരുന്നത്? ആരാണ്? ഭഗവാന്റെ ആത്മചൈതന്യമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ആ ബോധമായി, അറിവായി, നിറവായി, ഉണ്മയായി, സത്തായി നിലനിൽക്കുന്നത്. ആ നിലനിൽപ്പാണ് നമുക്കിവിടെ ഭൂമിയിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നാരൊക്കെ ഉണ്ട്, അവരൊക്കെ എൻ്റെതാണ്, അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ജീവിക്കുന്നു എന്ന അനുഭവം തരുന്നത് തന്നെ
ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആ സത്യം ഒന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ആ ഭഗവാനെയാണോ നിങ്ങൾ സ്നേഹിക്കുകയും മനസ്സിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത്? അതോ ഭഗവാൻ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ജീവിക്കുന്നു എന്ന് തോന്നുമ്പോൾ പുറമേ കാണുന്ന നശ്വരമായിട്ടുള്ള കാഴ്ചകളെയാണോ വ്യക്തികളെയാണോ നമുക്ക് പ്രിയമായിട്ട് കാണേണ്ടത്? നമുക്ക് ജീവൻ തന്ന് ഇവിടെ നിലനിർത്തുന്ന ഒരുപാട് കാലം നമ്മുടെ ആഗ്രഹം അനുസരിച്ച്, നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മെച്ചങ്ങൾ അനുസരിച്ച് ഇവിടെ അനേകം ജീവിക്കണമെന്നല്ലേ എല്ലാവർക്കും ആഗ്രഹം. പുത്രമിത്രാദികളോടൊപ്പം സന്തോഷമായി, അച്ഛനമ്മമാരോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം ഈ ജീവിതത്തിന്റെ ഭൂമിയുടെ എല്ലാറ്റിന്റെയും ഭംഗി ആസ്വദിക്കണമെന്നല്ലേ ആഗ്രഹം. അതിനെ അനുവദിക്കാൻ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെയാണ്. കാരണം എന്നിൽ നിലനിൽക്കുന്ന ആ ശ്വാസം നിശ്ചലമാകാതെ ആ പ്രാണനെ ഉയർത്തി ആത്മചൈതന്യം എന്നേക്കും ഇവിടെ അനേക കാലം എൻ്റെ ആഗ്രഹ പൂർത്തീകരണം വരെയും, ഇഹത്തിലുള്ള എല്ലാ ആഗ്രഹ പൂർത്തീകരണം വരെയും എന്നെ ഇവിടെ നിലനിർത്തുവാൻ എൻ്റെ ഭഗവാൻ അനുഗ്രഹിക്കണേ, അനുവദിക്കണേ എന്ന് ഭഗവാനെയാണ് നമ്മൾ ഏറ്റവും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മുതൽ മുകളിൽ വരെയും ചേർത്ത് വയ്ക്കേണ്ടത്. ഹൃദയം മുഴുവൻ ഭഗവാനാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ മറ്റു കാര്യങ്ങളിൽ ആരൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ അവരുടെ പ്രാർത്ഥനയൊന്നും ഭഗവാന്റെ ചെവിയിൽ എത്തില്ല. എന്നെ ശരണാഗതി അടയുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കുമെന്നാണ് പറഞ്ഞത്. ശരണാഗതി നമ്മുടെ ചുറ്റിനും കാണുന്ന ബന്ധുമിത്രാദികളുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ നാം ശരണം പ്രാപിക്കാനിരിക്കുകയും അവരെ മനസ്സിൽ കൊണ്ടു നടക്കുകയും അവർക്കൊരു പരാജയമോ അവരിൽ നിന്ന് സന്തോഷമോ കിട്ടാതെ വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിക്കുകയും ചെയ്യുന്നവരെ ആരാണ് ശ്രദ്ധിക്കുന്നത്? അതിനുവേണ്ടിയാണോ ഭഗവാൻ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ജീവനായിട്ട് നിലനിൽക്കുന്നത്? എല്ലാവരുടെയും ഉള്ളിൽ ജീവനാകുന്ന ദീപം കൊളുത്തി വെച്ചിരിക്കുകയാണ് ഭഗവാൻ. ആ ദീപം എപ്പോഴാണ് അണയുന്നതെന്ന് ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ? അപ്പോൾ ആ ദീപം അണയാതിരിക്കുവാൻ വേണ്ട കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. ആ ദീപം അണയ്ക്കുവാനുള്ള കാറ്റും കോളും മഴയും തിരമാലയും ഒക്കെയാണ് ജീവിത ക്ലേശങ്ങൾ. ആ ക്ലേശങ്ങളിൽ എങ്ങും പെടാതെ ആ ദീപത്തെ ശക്തമായി നിലനിർത്തുവാൻ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ. അതിനാൽ ഭഗവാനെയാണ് നമ്മൾ ഹൃദയനാഥനായി ഹൃദയത്തിൽ കരുതി വയ്ക്കേണ്ടത്. ഭഗവാൻ ഹൃദയത്തിൽ നമ്മുടെ ജീവൻ തന്ന് ആത്മാവ് തന്ന് നമ്മളെ ഇവിടെ നിലനിർത്തുന്ന കാലം മാത്രം വരെയും നമുക്ക് മറ്റുള്ളതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ആ ഒരു ബോധം, തോന്നലുള്ളൂ. ആ ജീവിക്കുകയാണോ എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഇവിടെ. ആ തോന്നൽ നിലനിർത്തുന്നത് ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. ഭഗവാൻ എപ്പോഴാണോ ആ ബോധം ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത് അപ്പോൾ നമ്മളിവിടെ ജീവിക്കുകയല്ല, നമ്മൾ പിന്നെ മരിച്ചു, നമുക്കിവിടെ ബോധമില്ല. പിന്നീട് എപ്പോഴെങ്കിലും ബോധം വന്നാൽ മാത്രമേ നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് പടി കയറി വരുന്നുള്ളൂ. ആ സത്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയത്തിന് പോകുന്നത്? വേറെ എവിടെയും പോകണ്ട ആശ്രയത്തിന്, എവിടെയും തേടിപ്പോകുകയും വേണ്ട. ഭഗവാനെ എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടല്ലോ ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ അല്പമായ ഒരു ജീവചൈതന്യം. ഈ ചൈതന്യം തന്നെയല്ലേ അനന്തകോടി ബ്രഹ്മചൈതന്യത്തിൻ്റെ ഒരു കണികയായി എൻ്റെ ഉള്ളിലും നിലകൊള്ളുന്നത്. ആ ചൈതന്യത്തെ അല്ലേ ഞാൻ സ്മരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എല്ലാം. അതിനോടല്ലയോ ഞാൻ 1000 നന്ദി പറയേണ്ടത്? അതിനുവേണ്ടിയല്ലയോ, അത് തന്ന അനുഗ്രഹം കൊണ്ടല്ലേ ഞാൻ ഇന്നേ വരെയും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ആയി തീർന്നത്. ഈ നന്ദികളൊക്കെ നമ്മൾ എന്ന് പറഞ്ഞു തീർക്കും? ഈ ജഡത്തിൽ ജീവനുള്ള കാലം വരെയല്ലേ ഉള്ളൂ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനുള്ള നന്ദിയെങ്കിലും നമ്മൾ ഭഗവാനോട് നിത്യേന പറയുക. ആ നന്ദി പറച്ചിൽ തന്നെയാണ് ഭഗവാനിലേക്ക് ഉള്ള സ്മരണയായി, ഭഗവാനോടുള്ള അടുപ്പമായി മാറുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾ, എവിടെയെല്ലാം നിങ്ങളുടെ മനസ്സിനെ പറ്റി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതിനെയെല്ലാം വിച്ഛേദിച്ച് കളയുക. ഞാൻ ഈ പറയുന്നത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അങ്ങനെ തന്നെ ചെയ്യുക. ചെയ്തിട്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള എല്ലാം നമ്മളിവിടെ കാണുന്നതെല്ലാം ഉള്ളൂ. ആ ബന്ധങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഭഗവാനിലേക്ക് വന്നൊരു പൂജാമുറിയിൽ കയറി രാപകൽ ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും പ്രഥമ സ്ഥാനം ജീവിതത്തിൽ ഭഗവാനാണ് കൊടുക്കേണ്ടത്. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചാൽ മാത്രമേ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടു എന്നുള്ള ആ ഒരു ജീവിക്കുന്നു എന്നുള്ള അനുഭവം നമുക്ക് കിട്ടുകയുള്ളൂ. ആ അനുഭവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും നാം ഇവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആത്യന്തികമായി ഇവിടെ ഒന്നേ ഉള്ളൂ സത്യം, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു എന്നുള്ള സത്യം.
ബാക്കിയെല്ലാം ആ ദീപം കെട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഒന്നും കാണാനില്ല, അന്ധകാരം മാത്രമാണ് നമ്മുടെ ആ മനക്കണ്ണുകളിലുള്ളത്. ശരീരമുണ്ടായിരുന്നു എന്നുള്ള ഒരു പഴഞ്ചൻ ചിന്ത തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരിക പോലുമില്ല. അതാണ് നിന്റെ ശരീരമെന്ന് ആത്മാവിന് തോന്നിയാൽ ആ ശരീരം ഇത്ര നികൃഷ്ടമായ ശരീരത്തിലായിരുന്നോ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞു കൂടിയത് എന്ന് ആത്മാവ് ദൂരെ മാറി നിന്ന് ചിന്തിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം. ഈ ജീവിതത്തിൽ നാം പറ്റിച്ചേരേണ്ടത് ആരോടാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. മറ്റുള്ള പറ്റലുകളെല്ലാം വിടുവിച്ചതിന് ശേഷം ഭഗവാനിൽ തന്നെ മനസ്സ് പൂർണ്ണമായി ലയിപ്പിച്ചിട്ട് ഈ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഒക്കെ ജപിച്ചു നോക്കൂ. അപ്പോൾ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും, ജീവിതത്തിൽ നന്മയുണ്ടാകും. ഏതവസ്ഥയിലാണോ കഴിഞ്ഞു കൂടുന്നത് ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറ്റം വരും. ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കുകയുള്ളൂ, എപ്പോഴും നമ്മളോടൊപ്പം ഇരിക്കുകയുള്ളൂ. ഒരിക്കലെങ്കിലും ആ ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ ഒന്നുമല്ല ഭഗവാനെ, ഞാൻ എന്ന ബോധം തന്നെ അവിടുന്നാണ്. അവിടുന്ന് എന്നിൽ ഉണ്ടെങ്കിലല്ലേ ഞാൻ എന്ന ബോധം ഉള്ളൂ, ഞാനുള്ളൂ. അപ്പം ഈ ഞാനെ വഹിക്കുന്ന ഒരു വാഹനം മാത്രമാണ് ഏത്? ശരീരം. ആ ശരീരത്തിലെ ഡ്രൈവറാണ് ഈ ഞാനെന്ന് പറയുന്ന ആ അഹംബോധം. അപ്പോൾ ആ വാഹനം നല്ലതായിട്ടിരുന്നാൽ മാത്രമല്ലേ അതിലൊരു ഡ്രൈവറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഡ്രൈവർ ഇല്ലാതെ വാഹനം ഓടില്ല. ഡ്രൈവർക്ക് ഓടണമെങ്കിൽ വാഹനം ആവശ്യവുമാണ്, അല്ലെങ്കിൽ അതൊരു ഡ്രൈവർ അല്ലല്ലോ. അപ്പോൾ അതാണ് പ്രകൃതി പുരുഷ ബന്ധം. അതാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിത ക്ലേശങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. ഏത് സാഹചര്യത്തിലും പതറാതെ ആത്മരോഷമോ ആത്മതപമോ ഒന്നുമില്ലാതെ സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ നൈമിഷികമായ ഓരോ ബന്ധനങ്ങളിലും സാഹചര്യങ്ങളിലും ഫീലിങ്ങുകളിലും ഒക്കെ പെട്ട് തകർന്ന് മനസ്സ് വേദനിച്ച് ഇല്ലാതെയായി രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് പെട്ടെന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകും. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല പ്രഭാത ചിന്തകൾ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള പ്രകൃതിയിൽ തന്നെ, അതായത് ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 തരം ദുഃഖങ്ങളാണ്. അതിൽ ഭൗതിക സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള ദുരിതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ മൂലമുള്ള മരണങ്ങളും അപകടങ്ങളും, അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിലൂടെയൊക്കെ നമുക്ക് വളരെ പൊക്കത്തിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഹൈവേകളാണ്. അതിൽ കൂടെയൊക്കെ നമുക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് മഴക്കാലത്ത് വരാനൊരു വിമുഖത, അത് തകർന്നടിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ തീരത്ത് കപ്പലൊക്കെ മറിഞ്ഞ് അതിൽ നിന്ന് ഹാനികരമായ വിഷപദാർത്ഥങ്ങളൊക്കെ കടലിൽ വ്യാപിക്കുന്നു. കടലുമായി ബന്ധപ്പെട്ട് മത്സ്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ജീവിതങ്ങളല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ പ്രകൃതിയിലാകെ ദുരന്തമയമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെയൊക്കെ തരണം ചെയ്യുവാനും നമ്മൾ നമ്മുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ലോക നന്മ ലാക്കാക്കി ചിന്തിക്കുന്ന എല്ലാവർക്കും നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് പ്രാർത്ഥനയോടുകൂടി ആ പത്മപാദങ്ങളിൽ പ്രണമിക്കുക, മനസ്സ് ചേർത്ത് വെക്കുക, മുഖം ആ പാദങ്ങളിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈ ദുരിതങ്ങളിൽ നിന്നും അപകടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ ലോകത്തിന് സമാധാനം കൊടുക്കണേ. ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യ ജന്മങ്ങളെയും രക്ഷിച്ചെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് നമ്മുടെ കാര്യം പോലും പറയണ്ട. എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നിൽ നിന്ന് പോയേക്കുന്നവരെ എല്ലാം രക്ഷിക്കണേ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലിയ പ്രാർത്ഥനയാണ് ഈ ലോകത്ത് നിലനിൽക്കുന്ന ദുരന്തങ്ങളിൽ നിന്നെല്ലാം എല്ലാവരെയും രക്ഷിക്കണേ ഭഗവാനെ എന്ന ഒരു മഹത്തായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തെ ശുഭകരമാക്കി മാറ്റാം. ഏത് ദുരിത മേഖലകളിലൂടെയും അപകടകരമായിട്ടുള്ള അവസ്ഥകളിലൂടെയും ഒക്കെ കടന്നു പോയാലും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭഗവത് ഭക്തരായിട്ടുള്ള മനുഷ്യരെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല. നാമജപമാണ് ഭഗവാനോട് അടുക്കുവാനുള്ള
അതായത് ഭഗവാനോട് അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ മാറി മാറി ഭഗവാനെ പോലെ ശുദ്ധ സ്ഫടികമായ ആ ഒരു ചിത്തമായി നമ്മുടെ ഇത് മാറണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥനകൾ നമ്മെ പരിവർത്തനപ്പെടുത്തുന്നത്. ഏതൊരാൾ പ്രാർത്ഥന നിരതനായിരിക്കുന്നോ നിത്യേന അത് ജീവിതത്തിന്റെ ചിട്ടയായി മാറ്റുന്നു, ആ വ്യക്തിക്ക് ക്രമേണ മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യത്തെ വ്യക്തിയല്ല രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ വ്യക്തിയല്ല 2 മാസം കഴിയുമ്പോഴുള്ള വ്യക്തി. ശരീരം നോക്കുമ്പോൾ ആ വ്യക്തിയാകും, പക്ഷേ മനസ്സും അതിൽ വിടരുന്ന ചിന്തകളും വ്യത്യസ്തമായ തലങ്ങളിലേക്കാകും. അങ്ങനെ ക്രമേണ അതിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാടും ചിന്താഗതികളും നമുക്ക് ജീവിതത്തോടുള്ള സമീപനവും ഒക്കെ മാറും. അതാണ് ഭഗവാൻ നമ്മളിൽ വരുത്തുന്ന കാല പരിവർത്തനം. ആ പരിവർത്തനത്തിന്റെ ഭാഗമാകാൻ നമ്മളെ വിട്ടുകൊടുക്കൂ. നമ്മളെ ഒരിടത്ത് പിടിച്ചു കെട്ടിയിട്ട് ഭഗവാനിലേക്ക് നമ്മൾ അല്പമായി ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ആ കെട്ടിലേക്ക് തന്നെ വീണ്ടും വരുന്ന പോലെയുള്ള കെട്ടഴിച്ചു വിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് ചെന്ന് സമർപ്പിക്കൂ. ജീവിതമെന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ. അല്ലെങ്കിൽ എവിടെയാ ജീവിതം? നമ്മളിവിടെ ജീവിക്കുന്നു എന്നതിന് നമുക്ക് വല്ല ഉറപ്പുമുണ്ടോ? വല്ല അനുഭവമുണ്ടോ? ഉറപ്പല്ല, അനുഭവമുണ്ടോ? അനുഭവങ്ങളാണ് ജീവിക്കുക. ഇന്നിപ്പോൾ ഞാനിരുന്ന് സംസാരിക്കുന്നത്, നിങ്ങളത് കേൾക്കുന്നത് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ബോധം, ജീവൻ ഉള്ളത് കൊണ്ടാണ്. ആ ബോധം നഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്ക് പിന്നെ ഇത് കേൾക്കാനോ അല്ലെങ്കിൽ ഇത് പറയാനോ കഴിയുമോ? അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ആ ബോധമായി ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായി നിലകൊള്ളുന്ന ഭഗവാനും ഭഗവാന്റെ മായാസ്വരൂപിണിയായ ആ പ്രകൃതീശ്വരിയായ ഈ ജഡാത്മകമായ ലോകത്തെ സൃഷ്ടിച്ച അനന്തകോടി ശക്തി വിശേഷങ്ങളുടെ ഉടമയായ ദേവിയും ഭഗവാനും ഒന്നിച്ച് ലയിക്കുന്ന മഹാസംഗമമാണ് ഓരോ മനുഷ്യ ശരീരത്തിലും നടക്കുന്നത്. ആ ശ്രേഷ്ഠമായിട്ടുള്ള ഓരോ ശരീരവും ആത്മാവും പേറുന്ന നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠര് തന്നെയാണ്. കാരണം ഭഗവാന്റെയും ദേവിയുടെയും അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അത് മനസ്സിലാക്കി ഈശ്വര ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ഭഗവാനാകുന്ന ബന്ധനത്തിലേക്ക് കൊണ്ടുചെന്ന് കെട്ടിയിടൂ മനസ്സിനെ. അതിനുശേഷം പ്രാർത്ഥിക്കൂ. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. ഭഗവാൻ കേൾക്കാതെ വേറെ ആരാണ് ഇവിടെ കേൾക്കാനുള്ളതെന്നും കൂടെ പറഞ്ഞു തരൂ. ഇപ്പൊ ഒരു വിഷമം വന്നാൽ നിങ്ങളെ കേൾക്കാൻ വേറെ ആരാണുള്ളത്? കേൾക്കാൻ പലരും കാണും. നമ്മൾ വിഷമിക്കുന്നതും കരയുന്നതും നമ്മുടെ അവസ്ഥകൾക്ക് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. പക്ഷെ അതിന് മാറ്റം തരാൻ വേറെ ആരുണ്ട് ഇവിടെ? വേറെ ഏതെങ്കിലും വ്യക്തികളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥകൾ മാറ്റിത്തരാൻ, മനസ്സിനെ മാറ്റിത്തരാൻ, ജീവിത സാഹചര്യത്തെ മാറ്റിത്തരാൻ? ഇല്ല. എല്ലാവരും ഒരാളെ വിളിച്ചാണ് കരയുന്നത്. ഭൂമി ഏതോ കാലത്തുണ്ടായ മുതൽ ഇനിയും എത്ര കാലം നിലനിൽക്കുന്നോ, മനുഷ്യരാശി എന്തുവരെയുണ്ടോ അതുവരെയും ഒരാളെ മാത്രമാണ് എല്ലാവരും വിളിക്കുന്നത്. ആ ആളിനെ തന്നെ നിരന്തരം വിളിക്കൂ. ആ ആളാണ് ഇവിടെ സൃഷ്ടിച്ചതും നിലനിർത്തുന്നതും നമ്മെ സംഹരിക്കുന്നതും ഇവിടെ കാണുന്നതെല്ലാം ആ ഒരാളാണ്. ആ ആളിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയൂ. അദ്ദേഹം സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അതിനുള്ള ശക്തി അവർക്കില്ല. അവർക്ക് ഇന്ദ്രിയങ്ങൾ, ഇപ്പൊ കാതുള്ളത് കൊണ്ട്, കേൾവിയുള്ള കാതുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കും. അവർക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവം മനസ്സിൽ വയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിഷമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്താൽ അത് അവരുടെ ഹൃദയത്തിൽ പറ്റും. നമ്മളൊരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്ന ഏത് വിഷയങ്ങളും മറ്റൊരാളുടെ ഹൃദയത്തിൽ പതിയും. വിഷമമാണേ വിഷമം, സന്തോഷമാണേ സന്തോഷം. അത് ആ പതിഞ്ഞ് ഇപ്പം നമ്മുടെ മുഖം ഒരു ഗ്ലാസ്സിലേക്ക് പതിക്കുമ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങ് മാറുമ്പോൾ അതങ്ങ് മാഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നേ? അതോ മുഖം അവിടെ ഫിക്സ് ആയിട്ടിരിക്കുവോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു വ്യക്തിയോട് നമ്മളിത് പറയുമ്പോൾ ആ പറയുന്ന നേരമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഫ്രീക്വൻസിയിലോ മാത്രമേ അതവർക്ക് ഫീൽ ആവുകയുള്ളൂ. അത് കഴിഞ്ഞ് അവരുടെ കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ വിഷയം മായും. പക്ഷെ മായാത്ത ഒരാളുണ്ട്. കാരണം നമ്മെ സൃഷ്ടിച്ച ആളിന് നമുക്ക് വേദന വന്നാൽ, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടായാൽ അത് സഹിക്കില്ല. കാരണം ഭഗവാൻ തന്നെ മായാ ലീലകൾക്ക് വേണ്ടി സൃഷ്ടിച്ച ജീവജാലങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ പിതാവായ, നമ്മുടെ മഹാപിതാവായ ആ ഭഗവാന് നമ്മുടെ വേദനകൾ സഹിക്കില്ല. അതുകൊണ്ട് അദ്ദേഹമേ ഉള്ളൂ ഇവിടെ കേൾക്കാനും അനുഭവങ്ങൾ തരുവാനും മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുവാനും ഒരാളേ ഉള്ളൂ. ആ ആളിനെയാണ് ശരണാഗതി പ്രാപിക്കേണ്ടത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അപ്പോൾ എല്ലാവർക്കും
ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.